ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്കൊരു വരാലിനെ കിട്ടിയിട്ടുണ്ട്. വലിയ വരാലാണ്, നമ്മുടെ കൂട്ടുകാരന് കിട്ടിയിട്ട് അവൻ തന്നാണ്. അപ്പോൾ അതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനപ്പോൾ നമ്മുടെ ക്യാറ്റ് ഫിഷും ഷെവൽ നോസൊക്കെ കിടക്കണ്ടേ, അതിൻ്റെ കൂടെ ഇടാം. അപ്പോൾ എന്നാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇനിയും കിട്ടും. എന്നാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ എന്തായാലും കാണിച്ചു തരാം കേട്ടോ, വരാലിനെ കാണിച്ചു തരാം. ഇതാണ് ആൾ. അത്യാവശ്യം നല്ല വലുതാണ്ട്, ഒരു ഒരടിക്ക് മേലെ വലിപ്പമുണ്ട്. ഇയാളിപ്പോൾ ഒരു ഇതിലാണ്, ജഗ്ഗിലാണ് ഇട്ടേക്കണത്. പിന്നെ നമ്മുടെ ഇതിലോട്ട് മാറ്റണം. അപ്പോൾ ഈ വെള്ളവും ഒന്ന് ചേഞ്ച് ചെയ്യണം. വെള്ളം മൊത്തം ഇതായി കിടക്കണയാണ്. പിന്നെ വലയിക്കിട്ട് മൂടിയില്ലെങ്കിൽ ആൾ ചാടിയും പോകും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഷെവൽ നോസിനെയും ക്യാറ്റ് ഫിഷിനെ ഇതിലോട്ട് പിടിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഈ വെള്ളമൊന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കാം. ഇവരെല്ലാവരെയും കൂടെ അതിലോട്ട് മാറ്റണം, അലിഗേറ്ററിൻ്റെ അതിലോട്ട്. പക്ഷേ അതിൻ്റെ വെള്ളവും മൊത്തത്തിൽ മാറ്റിയിട്ട് വേണം അതിലോട്ട് ആക്കാൻ. അല്ലാണ്ട് ഒറ്റയടിക്ക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പണിയാവും. എന്നാലും ഇതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ബാക്കിയാണ്. വെള്ളം നമ്മൾ ഊരിക്കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് പാവൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വലയിട്ട് തിരിച്ചൊന്ന് കളയണം. മൊത്തത്തിൽ പോകില്ല, എന്നാലും ഇപ്പോൾ നമ്മൾ തൽക്കാലത്തൊക്കെ ഇടണേണ്. എന്തായാലും ഞാൻ പറഞ്ഞില്ല, അതിലോട്ട് മാറ്റണം. അത് മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുക്കാം. അതേ നമ്മൾ വെള്ളമൊക്കെ വരിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആൽഗ അത്രയും പോകണുള്ളൂ, ശരിക്കും പോകണില്ല. എന്തായാലും ഇനി ഇതിൽ വെള്ളം നടക്കാം. ആദ്യം ക്യാറ്റ് ഫിഷിനെയൊക്കെ പിടിച്ച് അതിലോട്ട് മാറ്റാം. പിടിക്കാൻ കിട്ടുമോ നോക്കട്ടെ. ഷെവൽ നോസ് കിടക്കണോണ്ടേ ഒരു പണിയാണ്. ക്യാറ്റ് ഫിഷിൻ്റെ ഉള്ള അത്രയും വിഷയമായിട്ട് തോന്നുന്നില്ല. ക്യാറ്റ് ഫിഷ് ക്യാറ്റ് ഫിഷിനെ പിടിച്ച പോലെ അത്ര എളുപ്പമായിട്ട് ഷെവൽ നോസിനെ പിടിക്കാൻ പറ്റില്ല. അതിന് നമുക്ക് എന്തെങ്കിലും വല വെച്ച് തന്നെ പിടിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് എടുക്കാം. ഇതിൻ്റെ മുള്ളു കൊണ്ടാ ദൂരം. ഇങ്ങനെ ബോൾസ് കൊണ്ട് കോരിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ കൊമ്പുടക്കും. പിന്നെ വലയും കീറും, ആളെ പിടിക്കാനും മതി. ആളെ അമ്മയിലോട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ച് വേസ്റ്റ് ഉണ്ട്, പൂവുണ്ട്. പിന്നെ എന്തായാലും നമുക്ക് നമ്മുടെ മെയിൻ ആളിടാം. അപ്പോൾ നമ്മുടെ നാടൻ അരാപ്പൈമനെ നമുക്ക് എടുക്കാം. ഇയാളെ പിടിക്കാൻ പണിയായിരിക്കോട്ടെ, ഭയങ്കര വഴുവഴുപ്പായിരിക്കും സാധനം. സെറ്റല്ലേ? അത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. ആളെ ഫീഡ് എടുത്തിട്ടില്ല, നമുക്ക് എന്തായാലും നോക്കാം. എങ്ങനെയുണ്ട് സാധനം? സെറ്റല്ലേ? ഇതിലോട്ട് നൈസായിട്ട് ഇറക്കി വിടാം. ആ വെള്ളത്തിനായിട്ടൊന്ന് സെറ്റായി വരണം. അപ്പോഴേക്ക് പിന്നെ ഫീഡ് എടുക്കുള്ളൂ. നല്ല ചാട്ടമാണ്. ഇന്നലെ ഇതിലിട്ടിട്ട് തന്നെ, ആ പാത്രത്തിലിട്ടിട്ട് തന്നെ നല്ല ചാട്ടം വരുന്നു. പക്ഷേ ഞാനൊരു പാത്രമൊക്കെ വെച്ച് അടച്ചാണ് വെച്ചത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേ വാല് ഇടണം. അതായത് നമ്മുടെ ക്യാറ്റ് ഫിഷിൻ്റെയിലൊക്കെ നല്ല വലിപ്പമുണ്ട്. വേണ്ട ഷെവൽ നോസും ക്യാറ്റ് ഫിഷും നിന്നിട്ട് അതിനാലും നല്ല വലിപ്പമുണ്ട്. അത്യാവശ്യം വാലുമൊക്കെ ചെറിയ ഡാമേജ് ഉണ്ട്. അതൊക്കെ ഇപ്പോൾ നമ്മൾ കല്ലുപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ റെഡി ആയിട്ട് വരും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അപ്ഡേഷനൊക്കെ ഇനി നമ്മുടെ വരും വീഡിയോകളിലൊക്കെ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം.